വരുമ്പോൾ അത് ട്രയൽ സമയത്ത് ഈ അതിജീവിതമാർ വെർബൽ റേപ്പ് ഇത് ഇവിടെ എല്ലാ കേസിലും പതിവ് തന്നെയാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല എന്താണ് അവിടെ അത് ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. സത്യം സത്യം. എപ്പോഴും ഇപ്പോൾ പ്രശാന്തൊക്കെ ഇരുന്ന് ശ്രീജിത്ത് പണിക്കരൊക്കെ ഇരുന്ന് എപ്പോഴും പറയാറുണ്ട് കോടതിക്ക് തെളിവുകൾ വെച്ച് മാത്രമേ. ശരിയാണ്, കോടതിക്ക് തെളിവുകൾ വെച്ച് മാത്രമേ ഒരു കേസിന് വിധി പറയാൻ സാധിക്കുള്ളൂ. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കിട്ടിയ തെളിവുകൾ കിട്ടാത്ത മാതിരി ഇരിക്കുകയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതുപോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ശ്രീജിത്ത് ചെയ്യേണ്ടത്? എല്ലാവരും ആ പെൺകുട്ടിയെ ആ കോടതിക്കുള്ളിൽ നിർത്തി വെർബൽ റേപ്പ് നടത്തി ആസ്വദിക്കായിരുന്നു. ഇത്ര വലിയ മഹാപാപമൊന്നും ഒരു അതിജീവിതയും ചെയ്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിധി വരുന്നതിന്റെ തലേ ദിവസം ഞാൻ കണ്ട ഒരു അഭിമുഖമുണ്ട്. അത് അതിജീവിതയുടെ വക്കീലാണ് എന്ന് പറയുന്ന ശ്രീമതി ടി ബി മിനിയുടേതാണ്. അതിൽ ഞാൻ കണ്ടത് ദിലീപിനെ രക്ഷിക്കാനായിട്ട് മമ്മൂട്ടി ഇടപെട്ടു എന്ന രീതിയിലത്തേക്കും അതിന് തെളിവുണ്ട് എന്നും അവർ പറയുന്നതായിട്ടാണ്. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതിജീവിതയുടെ വക്കീലാണ് പറയുന്നത്, പ്രോസിക്യൂഷന്റെ ആള് പോലുമല്ല. അങ്ങനെ ഒരു ക്ലെയിം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിയാണോ? അത് ശരിയല്ല, നിനക്കറിയാല്ലേ. പക്ഷെ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലപ്പോഴും സെലക്റ്റീവായി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്റ്റയുടെ ചെയറിലിരിക്കുന്ന ആൾ സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. മുൻകൈയെടുത്ത എന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ള നഗ്നസത്യം ഞാനിവിടെ അറിയിക്കട്ടെ. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം. വളരെ മോശം. അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ. ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഈ ഒരു വിഷയത്തിൽ നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. മഹത്തായ ചിന്താഗതി. പഞ്ചഭാവമാണ് പാപ്പച്ചൻ. ചേച്ചിയുടെ നാവ് പൊന്നായിരിക്കട്ടെ. അല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഈ വിധി വായിച്ചിട്ടുണ്ടെന്നോ എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്നോ എനിക്കറിയില്ല. പക്ഷെ വായിക്കാത്തതിന്റെ അപര്യാപ്തത അവരുടെ വാക്കുകളിൽ കാര്യമായി നിഴലിക്കുന്നുണ്ട്. തെളിവുകളെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് നീതി എന്നത് തുല്യനീതിയാണ്. രണ്ടുപേർക്കും കിട്ടണം. ഗുണ്ടാ പ്രശ്നം ഉണ്ടായത് പരിഹരിച്ചിരിക്കുന്നത് ദിലീപ്, പിന്നെ പൾസർ സുനിയാണ്. അത് കണ്ടുകൊണ്ടാണ് ദിലീപിന് താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഡീൽ സൈൻ ചെയ്തത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഭാഗം. എന്നിട്ടോ ഈ ഗുണ്ടാ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പരിഹാരമായിട്ട് അയാൾക്ക് പ്രൊഡക്ഷനിൽ നിന്ന് പണവും കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സുനിൽകുമാർ ഗുണ്ട 650 രൂപ എന്ന് പറഞ്ഞൊരു വൗച്ചർ കൊടുത്തു.
ആ വൗച്ചർ ഇവിടെ നിന്നായിരുന്നു. അതിന്റെ ബാക്കി വൗച്ചറുകളെല്ലാം എടുത്തപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ സിനിമയിലെ ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്ന ബിനീഷ്, സുനിൽകുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏതോ പേയ്മെന്റ് വൗച്ചർ. ഒറ്റ സെക്കൻഡ് ശ്രീ ജോസഫ്, എന്റെ സമയം വളരെ പരിമിതമാണല്ലോ, അത് പറയണമല്ലോ. ഇത് കൊടുത്തിരിക്കുന്നു. അപ്പൊ അയാൾക്ക് നീതിയുടെ അവകാശമില്ലേ? എന്നിട്ടോ ഈ സുനി ഇടപെട്ടിട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നം സത്യത്തിൽ പരിഹരിച്ചിരിക്കുന്ന ആരാണ്? ജോസഫ് അസ്വസ്ഥനാവില്ലേ? ഇത് പരിഹരിച്ചിരിക്കുന്നത് ആരാ? പോലീസാണ്. അത് ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അവിടെ നിന്നിട്ട് സമ്മതിക്കുന്നുണ്ടല്ലോ, ഇത് അന്വേഷിച്ചിരുന്നത് പോലീസാണ്, അതിൽ പൾസർ സുനി എന്ന് പറയുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ കോടതി അങ്ങോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണോ അന്വേഷണം നടത്തേണ്ടത്? പോലീസ് അന്വേഷിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ ഉള്ളപ്പോൾ അത് എടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ രണ്ട് ഭാഗവും പറയണ്ടേ? സമയക്കുറവുണ്ട്. ശ്രീജിത്ത് അത് നല്ല കാര്യമല്ല ഭാഗ്യലക്ഷ്മി ചേച്ചി. 2 റേപ്പ് കേസില് അക്യൂസ്ഡ് ആയിരിക്കുന്ന ആളിനെ അവാർഡ് കൊടുത്തിട്ട് ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? ഒരു നിമിഷം ജോസഫ് പറഞ്ഞോളൂ, ഞാൻ തരുന്ന സെക്കൻഡ് ഇനി ലഭിക്കാൻ സാധ്യതയില്ല. ജോസഫ് പറഞ്ഞു. നിങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ശ്രീത്തെ അസ്വസ്ഥനാകാതെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എന്നോട് ഭാഗ്യലക്ഷ്മി ചേച്ചി അല്ല, ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ജോസഫ് പറയാം. ഒരു ശോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ല, നിങ്ങൾ തർക്കിക്കാതെ അടക്കമുള്ള പരാതിയാണ്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇന്ന് അതിജീവിത തന്നെ ആ പരാതി തന്റെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല, തനിക്ക് വേണ്ടി നൽകിയ മൊഴികൾ ഉൾപ്പെടുത്തിയിട്ടില്ല, മറുപക്ഷത്ത് നിന്നായിരുന്നു ഈ കോടതി വിചാരണ നടപടികൾ അത്രയും ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. വിശദമായി വീണ്ടും ചർച്ച ചെയ്യേണ്ടി. യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു, യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ചെന്നെത്താനിരിക്കുന്ന ഒരു സംഗതിയെ പറ്റി ഇപ്പോഴേ ആലോചിച്ചുറപ്പിച്ച് ഇത് മലീഷ്യസ് പ്രോസിക്യൂഷൻ മൂവ് ചെയ്താൽ മുമ്പോട്ട് പോകും, നാളെ മുതൽ IG സന്ധ്യയെയും അല്ലെങ്കിൽ മഞ്ജു വാര്യരെയും കോടതിയിൽ കൂട്ടിൽ കയറ്റി വിസ്തരിക്കും എന്നൊക്കെ പറയും. ഇത് മൗഢ്യമാണ് വാസ്തവത്തിൽ. നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു വസ്തുതയാണ്, നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. ഈ ദിവസമുള്ള ദിലീപിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് അല്ല, കോൺവിക്ട് അല്ല, അദ്ദേഹം ഫ്രീ ആണ്, ഈ കേസിൽ നിന്ന് സ്വതന്ത്രനാണ്. അപ്പോൾ മലീഷ്യസ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറയുന്നത് വീണ്ടും മൗഢ്യമാണ്. കാരണം മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് എല്ലാ അപ്പീൽ നടപടികളും പൂർത്തിയാകണം എന്നൊരു നിയമം ഇവിടെ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. 2ലധികം വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 2020 സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ജസ്ബീർ സിംഗ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസിൽ തന്നെ പറയുന്നത് മൊമെന്റ് ഈ അക്യൂസ്ഡ് അക്വിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രൊസീജിയർ അവിടെ തീർന്നിരിക്കുന്നു എന്നാണ്. പിന്നീട് അപ്പീൽ പോവുകയാണെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി റിവൈവ് ദ പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്നാണ്. ഇതേപോലെ തന്നെ ഒരു 18-20 വർഷങ്ങൾക്ക് മുമ്പുള്ള വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് ദിലീപ് കുമാർ റേ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസിലും ഇതേ കാര്യം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് തടസ്സങ്ങളില്ല. പ്രോസിക്യൂഷൻ വിധി പറയുന്ന ആ കേസിൽ വിധി പറയുന്ന സമയത്തോടു കൂടി ആ പരിപാടി അവിടെ തീരുകയാണ്. പിന്നീട് അപ്പീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല മലീഷ്യസ് പ്രോസിക്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വക്കീൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല.